റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാന ബി.ജെ.പിയിൽ തമ്മിത്തല്ല്. വി മുരളീധരനും കെ സുരേന്ദ്രനും അവഗണന. നിർണായക യോഗത്തിൽ നിന്ന് നേതാക്കളെ ഒഴിവാക്കിയതിൽ അതൃപ്തി. സംസ്ഥാന ഭാരവാഹി പട്ടികയിലും മുരളീധര വിഭാഗത്തെ അവഗണിച്ചതായും സൂചനയുണ്ട്. അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. രാജീവ് ചന്ദ്രശേഖർ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നാണ് പരാതി. തൃശൂരിൽ നടന്നത് ബി.ജെ.പി ജില്ലാ അധ്യക്ഷന്മാരുടെ റിപ്പോർട്ടിംഗ് മാത്രമെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ഈ വിഷയത്തിൽ മറ്റേതെങ്കിലും നേതാക്കൾ തമ്മിൽ അവിടെ ബുദ്ധിമുട്ടുണ്ടോ, തമ്മിൽത്തല്ലുണ്ടായി എന്നുള്ള വാർത്ത നിഷേധിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പക്ഷം. ടി.വി. പ്രസാദും ആർ റോഷിപാലും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ടി.വി. പ്രസാദിലേക്ക്. ടി.വി. പ്രസാദ്, ഇന്നലെ യഥാർത്ഥം നടന്നത് കോർ കമ്മിറ്റി മീറ്റിംഗ് ഒന്നും ആയിരുന്നില്ല. അതിലൊരു വിശദീകരണം വന്നിട്ടുണ്ട്. അതിന് 30-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ ജില്ലാ അധ്യക്ഷന്മാരുമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ അവിടേക്ക് കുമ്മനം രാജശേഖരനെയും കൃഷ്ണദാസനും അടക്കമുള്ള മുൻ അധ്യക്ഷന്മാരെ ക്ഷണിക്കുകയും എന്നാൽ അതേസമയം മുരളീധരനെയും സുരേന്ദ്രനെയും ക്ഷണിക്കാതിരിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ വാർത്തയായി മാറിയത്. ഇത് എന്താണ് അവിടെ സംഭവിച്ചത്? ഇന്നലെ എം ടി രമേശ് ഇത് വിശദീകരിക്കുമ്പോൾ ജില്ലാ അധ്യക്ഷന്മാരുടെ നിന്ന് പറഞ്ഞൊഴിയാനാണ് ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ അവിടെ മുൻ അധ്യക്ഷന്മാരവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവരെ ഒഴിവാക്കിയത് തന്നെയല്ലേ ടി.വി. പ്രസാദ്? ഉറപ്പായും ഒഴിവാക്കിയത് വിശദീകരിക്കാൻ കഴിയാതിരിക്കുകയാണ് ബി.ജെ.പി നേതൃത്വത്തിന്. അരുൺ, അതാണ് അതിലെ വാസ്തവം. എം ടി രമേശോട് ചോദിക്കുമ്പോഴുണ്ടായ മറുപടി ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗമാണെന്നായിരുന്നു. അപ്പോൾ ചോദ്യം ഉയർന്നു, അങ്ങനെയെങ്കിൽ എന്തിനാണ് മുൻ പ്രസിഡന്റുമാരായ പി.കെ. കൃഷ്ണദാസും കുമ്മനം രാജശേഖരനും പങ്കെടുത്തത് എന്നതായിരുന്നു ചോദ്യം. ആ സമയത്താണ് കൃത്യമായ ഒരു മറുപടി നേതൃത്വത്തിന് ആ വിഷയത്തിൽ വിശദീകരണം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ഇന്നലെ ഉച്ച മുതൽ തന്നെ കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും അടുപ്പക്കാർ വളരെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു ഈ രണ്ടു പേരെയും വിളിച്ചില്ല എന്നുള്ളത്. കൃത്യമായി വിളിക്കാതിരുന്നതാണ് എന്നുള്ള ഒരു വിവരം തന്നെയാണ് കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും അടുപ്പക്കാർ പങ്കുവയ്ക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ അല്ല അരുൺ. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ബി.ജെ.പിയിൽ ഉള്ള ഒരു പ്രശ്നം ഇതാണ്. അതായത് മുൻ അധ്യക്ഷന്മാരെ പാടെ മാറ്റി നിർത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുപ്പക്കാരെ മാത്രം പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് കൊണ്ടുവരിക, അവരോട് മാത്രം കാര്യങ്ങൾ സംസാരിക്കുക, തീരുമാനമെടുക്കുക എന്ന രീതി രാജീവ് ചന്ദ്രശേഖർ തുടരുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനും വി മുരളീധരനും ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച രണ്ടുപേരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബി.ജെ.പിയെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാക്കി വളർത്തുന്നതിലും ഇവിടെ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നതിലും വലിയ രീതിയിൽ പങ്കുവഹിച്ച ആളാണ് തൊട്ടു മുമ്പത്തെ പ്രസിഡന്റ് കൂടിയായ കെ സുരേന്ദ്രൻ. അത് നമ്മൾ പറയുന്ന എല്ലാ പ്രവർത്തകർ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ടും കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും എന്തിന് മാറ്റി നിർത്തി എന്ന ചോദ്യമാണ് പ്രധാനമായും ബി.ജെ.പിയിൽ ഉയരുന്നത് അരുൺ. ഇത് ഉറപ്പായും 30-ാം തീയതി ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിലും ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ വന്ന ഉടനെ ചെയ്തത് കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും അടുപ്പക്കാരായ മാധ്യമ ചുമതലയുള്ളവരെ മാറ്റി ആ പുനഃസംഘടന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന് മറ്റൊരാളെ പ്രതിഷ്ഠിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. ചുരുക്കത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വരവിന് ശേഷം പരിണിതപ്രജ്ഞരായ നേതാക്കൾ എന്ന് പ്രവർത്തകർ വിശേഷിപ്പിക്കുന്ന കെ സുരേന്ദ്രൻ, വി മുരളീധരൻ അടക്കമുള്ള നേതാക്കളെ മാറ്റി നിർത്തുന്നു എന്ന പരാതി വ്യാപകമാണ്. അതിനർത്ഥം രാജീവ് ചന്ദ്രശേഖറിന് താല്പര്യമുള്ളവരെ മാത്രം മുൻനിർത്തിക്കൊണ്ട് സംഘടന മുന്നോട്ട് പോകുന്നു എന്ന അഭിപ്രായമുണ്ട്. അതിൽ തന്നെ പ്രവർത്തകർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് മതിയായ സംഘടനാ പരിചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ സംഘടനാ പരിചയമുള്ളവരെ ഒഴിവാക്കുന്നതോടുകൂടി അത് ബി.ജെ.പിയുടെ സ്വാധീനം കുറക്കാൻ കാരണമാകും എന്നാണ് പ്രവർത്തകർ പറയുന്നത്.